രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസാണ്. കനകം മൂലം, കാമിനി മൂലം, കനകം പലവിധ മൂലകിൽ സുലഭം എന്ന് പറയുമ്പോൾ സതീശൻ സുധാകരൻ ടീമിൻ്റെ സമർത്ഥമായ നേതൃത്വം കൊണ്ട് ഇതാ UDF കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്താൻ പോകുന്നു എന്നൊരു തോന്നൽ, മാന്യമായ ഒരു അക്കമഡേഷൻ കെ മുരളീധരന് കൊടുക്കണം എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് ആർക്കും തോന്നിയില്ല, സതീശന് തോന്നിയില്ല. അതിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാരെ എത്ര പേരുണ്ട്, പെൺമക്കൾ എത്ര പേരുണ്ടെന്ന് അറിയാത്തവരൊന്നുമല്ല. ആ നേതാക്കന്മാരുടെ കാലുവാരലും വേല വയ്ക്കലും കുരുകാലും വിട്ടും വേറെയുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായിട്ട് തടഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അദ്ദേഹം ഹൈക്കോടതിയിൽ അപേക്ഷയുമായി എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ ഇനി ഒരിക്കലും അറസ്റ്റ് ചെയ്യരുത് എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നടപടികൾ അവസാനിച്ചു എന്നുമല്ല. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അന്തിമ തീരുമാനം എടുക്കുന്നവരെ ഇദ്ദേഹത്തെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കരുത് എന്ന് മാത്രമാണ്. ഈ ജാമ്യാപേക്ഷ അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരായി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പോഴും കോടതിയിൽ കീഴടങ്ങി അദ്ദേഹം പോലീസ് നടപടികൾക്ക് വിധേയനാകേണ്ടി വരും. അത് കോടതിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്, കോടതി തീരുമാനിക്കട്ടെ. ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്, ഈ സംഭവം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണം കേരള രാഷ്ട്രീയത്തെ ഏത് രീതിയിൽ സ്വാധീനിച്ചു, അല്ലെങ്കിൽ UDFൻ്റെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ എന്തുമാത്രം പ്രതികൂലമായി ബാധിച്ചു എന്ന വിഷയമാണ്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് മീതെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസാണ്. കനകം മൂലം, കാമിനി മൂലം, കനകം പലവിധ മൂലകിൽ സുലഭം എന്ന് പറയുമ്പോൾ കുഞ്ഞൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു ഭാഗത്ത് കനകമാണ്, സ്വർണ്ണമാണ് വിഷയം LDFൻ്റെ ഭാഗത്ത്, മറുഭാഗത്ത് കാമിനിയാണ്, ഗർഭമാണ് UDFൻ്റെ വിഷയം. അങ്ങനെ ഗർഭത്തിനും സ്വർണ്ണത്തിനും ഇടയ്ക്ക് കേരള രാഷ്ട്രീയം ഇങ്ങനെ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. നമ്മൾ രാഹുലിൻ്റെ വിഷയത്തിലേക്ക് ചുരുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ കെ സുധാകരൻ KPC പ്രസിഡന്റും VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നതിന് ശേഷം ഇവിടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉമാ തോമസ് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ചാണ്ടി ഉമ്മൻ അവിടെ ജയിച്ചാൽ അത്ഭുതമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 35,000-ലെത്തിച്ചു. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. 18 സീറ്റ് UDF വിജയിച്ചു. അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പാലക്കാട് വലിയ വെല്ലുവിളി BJP ഉയർത്തിയിട്ടു ആ സീറ്റ് നിലനിർത്താനായിട്ട്, കൂടിയ ഭൂരിപക്ഷത്തോടെ നിലനിർത്താനായിട്ട് UDFന് സാധിച്ചു. അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ വെല്ലുവിളി ഉണ്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. PV അൻവർ സ്വയം ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടും അവിടെ ആര്യടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ലീഗുകാർക്ക് അനഭിമതരായ ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും UDF ഇങ്ങനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വലിയ വിപ്രതിപത്തി, ഒരു ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഈ ഭരണവിരുദ്ധ വികാരവും സതീശൻ സുധാകരൻ ടീമിൻ്റെ സമർത്ഥമായ നേതൃത്വം കൊണ്ട് ഇതാ UDF കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്താൻ പോകുന്നു എന്നൊരു തോന്നൽ, എന്നൊരു ധാരണ പൊതുവെ നിലനിൽക്കുന്ന സമയത്താണ് സുധാകരനെ സ്ഥാനത്ത് നിന്ന് മാറ്റി താരതമ്യേന കുറച്ചുകൂടി ചെറുപ്പക്കാരനായ സണ്ണി ജോസഫിന് പ്രസിഡൻ്റായിട്ട് വരുന്നത്. പക്ഷേ ഈ സണ്ണി ജോസഫിൻ്റെ കാലുവർക്കത്ത് കൊണ്ടുപോയെന്നു അവിടെ മുതൽക്ക് കാര്യങ്ങൾ തെറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. KPCC പുനഃസംഘടിപ്പിച്ച 58 ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചപ്പോൾ തന്നെ സംഗതി തെറ്റായ ഡയറക്ഷനാണെന്ന് മനസ്സിലായി. അതിന് പുറമെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നത്. സത്യത്തിൽ പാലക്കാട്ട് കോൺഗ്രസ്സുകാരും ഇല്ലാത്തതുകൊണ്ടും മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികളില്ലാത്തതുകൊണ്ടും അല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു പത്തനംതിട്ടക്കാരനെ പാലക്കാട്ട് കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെയാണ് തെറ്റിയത്. സത്യത്തിൽ ആ സരിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ, അതല്ല VT ബലറാമിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാലക്കാട്ടെ കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ മത്സരിപ്പിച്ചിരുന്നെങ്കിലും ആ സീറ്റ് നിലനിർത്താൻ കഴിയുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം അത്ര അനിവാര്യമായ ഒന്നല്ല. അതല്ലെങ്കിൽ ഇവിടെ കെ മുരളീധരൻ എന്ന് പറഞ്ഞൊരു മുതിർന്ന നേതാവുണ്ടല്ലോ, ഷാഫി പറമ്പിലിൽ വടകര മത്സരിക്കാൻ വേണ്ടിയിട്ട് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൃശ്ശൂർ വന്ന് മത്സരിച്ച് തോക്കേണ്ട വന്നത്. മാന്യമായ ഒരു അക്കമഡേഷൻ കെ മുരളീധരന് കൊടുക്കണം എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് ആർക്കും തോന്നിയില്ല, സതീശന് തോന്നിയില്ല, അതുപോലെ സുധാകരന് തോന്നിയില്ല,
ചെന്നിത്തലയ്ക്ക് തോന്നിയില്ല, ആർക്കും തോന്നിയില്ല. ആ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് തോറ്റിച്ചപ്പോൾ ഏതാണ്ട് കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. എന്നിട്ട് പത്തനംതിട്ടയിൽ നിന്ന് രാഹുലിനെ ഇറക്കുമതി ചെയ്തു. രാഹുലിനെ അവിടെ നിർത്തുമ്പോൾ തന്നെ ഇവർക്കറിയാം രാഹുൽ മാങ്കൂട്ടം ആരാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പെന്താണ്, സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്. ആ സമയത്ത് തന്നെ KPCC ഓഫീസിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള എത്ര പരാതികൾ പെൻഡിംഗ് ഉണ്ട്. ആ പരാതിക്കാരൊക്കെ എന്ത് പറഞ്ഞാണ് KPCC നേതാക്കന്മാർ ചില കേസിലൊക്കെ AICC അടക്കം സാന്ത്വനിപ്പിച്ചിട്ടുള്ളത് എന്നറിയാം. KPCCക്കും അറിയാം, AICCക്കും അറിയാം. എന്നിട്ട് ഇയാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. അയാളെക്കുറിച്ച് വീണ്ടും പരാതികൾ വരുന്നു, ശബ്ദരേഖ വരുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസ് എടുക്കാവുന്നതിന് വെച്ച് ഏറ്റവും നല്ല തീരുമാനം എടുത്തു. അയാളോട് നിയമസഭാ കക്ഷി ഇത് പുറത്താക്കി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത്രയൊക്കെ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. MLA സ്ഥാനം രാജിവെക്കേണ്ട അയാൾ തന്നെയാണ്, വ്യക്തിപരമായിട്ടാണ്. പക്ഷേ ആ തീരുമാനത്തിന് ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയില്ല. അതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. ഈ തീരുമാനം എടുത്തതിൻ്റെ 2-ാം ദിവസം നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് പിന്മാറി. ഈ ഉണക്കത്തേക്ക് വീഴുന്ന പോലെ ഒന്നൊന്നായിട്ട് ആളുകൾ കൊഴിയാൻ തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ യാതൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ ഒരു പരാതിയില്ല, FIR ഇല്ല, കേസില്ല. അതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്തത് തെറ്റായിപ്പോയി. ഒരു ചെറുപ്പക്കാരനല്ലേ, അയാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നത് ശരിയാണോ എന്ന ഒരു ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ചില അലവലാദികൾ ഉയർത്തി. അലവലാദികൾ എന്നുള്ള വാക്ക് ഞാൻ ഉത്തരവാദിത്തോട് ഉപയോഗിച്ചത്. ഈ ഉന്നയിക്കുന്നവർക്ക് ആർക്കും വേറെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അവർക്ക് വെറുതെ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ മതി. KPCC നേതൃത്വത്തിന് അറിയാം ഇയാളുടെ പേരിൽ എത്ര പരാതിയുണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാരെ എത്ര പേരുണ്ട്, പെൺമക്കൾ എത്ര പേരുണ്ടെന്ന് അറിയാത്തവരൊന്നുമല്ല. KPCC പ്രസിഡൻറ്റിനും അറിയാം, മുതിർന്ന നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഇവരിൽ തന്നെ ചിലരുടെ ഭാര്യമാരും പെൺമക്കളും പരാതിക്കാരാണ്. പക്ഷേ 1-2 ആഴ്ചക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു രക്തസാക്ഷി പരിവേഷം ഉണ്ടായി. എന്ന് മാത്രമല്ല, പല നേതാക്കന്മാരും ഒളിഞ്ഞ് തെളിഞ്ഞും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇയാൾ നിയമസഭയിൽ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അകമ്പടി സേവിച്ചത്. അതുപോലെ ഓരോ ഘട്ടത്തിലും KPCC പ്രസിഡൻ്റ് അടക്കം മറുകണ്ഠം ചേർന്നത് നമ്മൾ കണ്ടു. KPCC പ്രസിഡന്റ് കാലത്തെന്ന് പറയും, ഉച്ചയ്ക്ക് വേറെ പറയും, വൈകുന്നേരമാകുമ്പോൾ മൂന്നാമെന്ന് പറയും. ഇയാൾക്ക് തലയ്ക്ക് സ്ഥിരമുണ്ടോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്ന അവസരമെത്തി. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ എത്തിയപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ മെറിറ്റ് ഇല്ലണ്ടായി. എന്തിനു വേണ്ടി ഇയാളെ പുറത്താക്കിയത് എന്ന് ആർക്കും അറിയാൻ പാടാത്ത അവസ്ഥയിലെത്തി. അതിൻ്റെ പുറത്താണ് പോലീസ് കേസ്, പരാതി വരുന്നു. മാർസിസ്റ്റുകാർ അല്ലെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംഹരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പരാതി വരുന്നു, ഒരു പരാതി വരുന്നു, അടുത്ത പരാതി വരുന്നു. പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറത്താണ് മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ തിരുവനന്തപുരത്ത് സ്റ്റേഷനിൽ ജഡ്ജി തള്ളുന്നത്. അപ്പോഴത്തേക്ക് നേതാക്കന്മാർക്ക് വീണ്ടും വിവേകമുണ്ടായി. വൈകി വന്ന വിവേകമാണ്. ഇനി വിവേകമുണ്ടായിട്ട് വലിയ കാര്യമില്ല എന്ന അവസ്ഥയിലെത്തി. അങ്ങനെ പാർട്ടി ഇപ്പോൾ ആകെ മുഖം വികൃതമായി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നിരവധിത്വം തെളിയിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. അദ്ദേഹത്തിന് നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ട് എങ്ങനെ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതില്ല. 10 കൊല്ലമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. സംഘടനാപരമായ ശൈഥില്യം ഒരു ഭാഗത്തുണ്ട്. ആ നേതാക്കന്മാരുടെ കാലുവാരലും വേല വയ്ക്കലും കുതികാലും വിട്ടും വേറെയുണ്ട്. UDF സംവിധാനം പണ്ടത്തെ പോലെ ശക്തമല്ല. മുസ്ലിം ലീഗ് ഒഴിച്ച് എണ്ണിപ്പറയാനായിട്ടൊരു സഖ്യകക്ഷിയില്ല. കേരള കോൺഗ്രസ് ഉള്ളതും ഇല്ലാത്തത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. മറ്റ് പാർട്ടികളാരും പറയാതിരിക്കുകയാണ് ഭേദം. സമുദായ പിന്തുണയില്ല. ക്രിസ്ത്യൻ ബിഷപ്പുമാർ പോലും ഇപ്പോൾ കോൺഗ്രസിനെ പഴയ പോലെ പിന്തുണയ്ക്കുന്നില്ല. NSSനെ ആരും പറയാനുമില്ല. SNDP പണ്ടും എതിരാണ്, ഇപ്പോഴും എതിരാണ്. അപ്പോൾ സാമുദായിക പിന്തുണയില്ല, മതമേലധ്യക്ഷന്മാരുടെ പിന്തുണയില്ല, ഘടകകക്ഷികളില്ല. ഇങ്ങനെ ദുർബലമായി നിൽക്കുന്ന സമയത്താണ് കുരു എന്ന് പറഞ്ഞ പോലെ വീഴാൻ നിന്ന ചെത്തുകാരൻ ചാകാൻ നിന്ന ചെത്തുകാരൻ വീഴാൻ നിന്ന തെങ്ങുമ്പോൾ കയറി എന്ന് പറഞ്ഞ പോലെ ഇതുപോലൊരു ദുര്യോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവരുടെ പെർഫോമൻസ് എന്ന് നമുക്ക് 2-3 ദിവസത്തിനകത്ത് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു വിപര്യം ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കന്മാർക്കാണ്. ഇയാൾക്ക് പാലക്കാട്ട് മത്സരിക്കാൻ സീറ്റ് കൊടുത്തവർക്കാണ്. പിന്നെ ഇയാളെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്ന മഹാനായ നമ്മുടെ വടകര MP ഷാഫി പറമ്പിലിനോട്. ഇതിൽ സിംഗിൾ ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ആരാ കൊടുത്തതെന്ന് വെച്ചാൽ ഷാഫി തന്നെയാണ്. അതിന് യാതൊരു മാറ്റമില്ല.